ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം നമുക്ക് പഠിക്കാം. കാനായിലെ വിവാഹ വിരുന്ന്. 3-ാം ദിവസം ഗലീലിയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്കു വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം പക്കോളം നിറച്ചു. ഇനി പകർന്നു കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുവേൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശുവിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലിയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഇതിനുശേഷം അവൻ തൻ്റെ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടും കൂടി കഫർനാമിലേക്ക് പോയി. അവർ അവിടെ ഏതാനും ദിവസം താമസിച്ചു. യേശു ദേവാലയം ശുദ്ധീകരിക്കുന്നു. യഹൂദരുടെ പെസഹ അടുത്തിരുന്നതിനാൽ യേശു ജെറുസലേമിലേക്ക് പോയി. കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റാനിരിക്കുന്നവരെയും ദേവാലയത്തിൽ അവൻ കണ്ടു. അവൻ കയറുകൊണ്ട് ഒരു ചമ്മട്ടിയുണ്ടാക്കി അവരെയെല്ലാം ആടുകളോടും കാളകളോടും കൂടെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. നാണയമാറ്റക്കാരുടെ നാണയങ്ങൾ ചിതറിക്കുകയും മേശകൾ തട്ടിമറിക്കുകയും ചെയ്തു. പ്രാവുകളെ വിൽക്കുന്നവരോട് അവൻ കൽപ്പിച്ചു, ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടു പോകുവിൻ. എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളയും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു. യഹൂദർ അവനോട് ചോദിച്ചു, ഇത് ചെയ്യുവാൻ നിനക്ക് അധികാരമുണ്ടെന്നതിന് എന്തടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുക? യേശു മറുപടി പറഞ്ഞു, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാൻ അത് പുനരുദ്ധരിക്കും. യഹൂദർ ചോദിച്ചു, ഈ ദേവാലയം പണിയുവാൻ 46 സംവത്സരം എടുത്തു. വെറും 3 ദിവസത്തിനകം നീ അത് പുനരുദ്ധരിക്കുമോ? എന്നാൽ അവൻ പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ്. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അവൻ ഇത് പറഞ്ഞിരുന്നുവെന്ന് ഓർമ്മിക്കുകയും അങ്ങനെ വിശുദ്ധ ലിഖിതവും യേശു പ്രസ്താവിച്ച വചനവും വിശ്വസിക്കുകയും ചെയ്തു. പെസഹ തിരുനാളിന് അവൻ ജെറുസലേമിലായിരിക്കുമ്പോൾ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ട് വളരെ പേർ അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചു. യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല. കാരണം അവൻ അവരെയെല്ലാം അറിഞ്ഞിരുന്നു. മനുഷ്യനെപ്പറ്റി ആരുടെയും സാക്ഷ്യം അവന് ആവശ്യമായിരുന്നില്ല. മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. ദൈവത്തിന് സ്തുതി. പ്രിയ കൂട്ടുകാരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ആകെ 25 തിരുവചന ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. 25 തിരുവചനങ്ങളാണ് 2-ാം അധ്യായത്തിൽ ഉള്ളത്. ഇനി 2-ാം അധ്യായത്തിൻ്റെ തലക്കെട്ട് കാനായിലെ വിവാഹ വിരുന്നിനെ കുറിച്ചുള്ള പരാമർശത്തോടെയാണ് 2-ാം അധ്യായം ആരംഭിക്കുന്നത്. 2-ാം അധ്യായം 1-ാം വാക്യം. 3-ാം ദിവസം ഗലീലിയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. വചനം നമുക്ക് പഠിക്കാം. 3-ാം ദിവസം
ഗലീലിയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിൻ്റെ അമ്മ, പരിശുദ്ധ അമ്മ ഉള്ള ഇടങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ ആ തിരുവചനം, യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു എന്ന തിരുവചനം നമുക്ക് ആവർത്തിച്ച് പറയുന്നത് നല്ലതാണ്, അനുഗ്രഹിക്കപ്പെടുന്ന വചനമാണ്. ഇനി രണ്ടാം വാക്യം, യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. നമ്മുടെ പ്രശ്നങ്ങളിലേക്ക്, സങ്കടങ്ങളിലേക്ക് യേശുവിനെയും ശിഷ്യന്മാരെയും പരിശുദ്ധ അമ്മയെയും നമുക്കും ക്ഷണിക്കാം. ഇനി മൂന്നാം തിരുവചനം, അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. അപ്പോൾ യേശുവിൻ്റെ അമ്മയെയും ശിഷ്യന്മാരെയും യേശുവിനെയൊക്കെ ക്ഷണിച്ചതുകൊണ്ടാണ് അവരെന്തറിഞ്ഞത്, പരിശുദ്ധ അമ്മ അറിഞ്ഞത് അവിടെ വീഞ്ഞില്ല എന്നറിഞ്ഞത്. അപ്പോൾ നോക്കുകയും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ സന്തോഷമാകട്ടെ സങ്കടമാകട്ടെ എന്തിലും നമുക്ക് പരിശുദ്ധ അമ്മയെയും സ്നേഹന്മാരെയും ഈശോയും കൂട്ടുപിടിക്കാം കേട്ടോ. മൂന്നാം വാക്യം, അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. അമ്മേ വീഞ്ഞില്ല എന്ന് ആരും പറഞ്ഞിട്ടല്ല, അവിടുത്തെ സാഹചര്യം പരിശുദ്ധ അമ്മ നേരിട്ട് കണ്ട് മനസ്സിലാക്കി. ഇനി നാലാം വാക്യം, യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ എനിക്കും നിനക്കും എന്ത്, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. പരിശുദ്ധ അമ്മയോട് ഈശോ പറയുകയാണ്, സ്ത്രീയെ എൻ്റെ സമയം ആയിട്ടില്ല, എനിക്ക് അത്ഭുതം പ്രവർത്തിക്കാൻ പിതാവായ ദൈവം അനുവദിച്ച് തന്നിരിക്കുന്ന സമയമായിട്ടില്ല. പക്ഷേ സമയത്തെ ചുരുക്കുവാനുള്ള കൃപ പരിശുദ്ധ അമ്മയ്ക്ക് ആര് കൊടുത്തിട്ടുണ്ട്? പിതാവായ ദൈവം നൽകിയിട്ടുണ്ട്. ഇനി നോക്കിക്കേ, അഞ്ചാം വാക്യം, അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. ഈശോ, പരിശുദ്ധ അമ്മ നമ്മോടും അത് തന്നെയാണ് പറയുന്നത്. നമ്മുടെ നോക്കി പറയുന്നു, നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിൽ യേശു തിരുവചനം എന്തു പറയുന്നു എന്നതിനനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട്, കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് തിരുവചനം അനുസരിച്ച് പ്രവർത്തിക്കാനാണ് യേശുവിൻ്റെ അമ്മ നമ്മോടും പറയുന്നത്. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു. അത് പരിചാരകർക്ക് മാത്രമുള്ള അറിയിപ്പല്ല, നാം ഓരോരുത്തർക്കുമുള്ള അറിയിപ്പാണ്. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. ആറാം വാക്യം, യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. 6 കൽഭരണികൾ എന്തിനുപയോഗിച്ച് തരുന്നതാണ്? യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികളാണ് അവിടെ ഉണ്ടായിരുന്നത്. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഏഴാം വാക്യം, ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്നാണ് യേശു അവരോട് കൽപ്പിച്ചത്. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി 8-ാം വാക്യം, ഇനി പകർന്നു. 8-ാം വാക്യത്തിൽ ഇനി പകർന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. 8-ാം വാക്യത്തിൽ ഇനി പകർന്നു. ഇനി 9-ാം വാക്യമാണ്, കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ട് ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. 9-ാം വാക്യത്തിൽ ഇനി 8-9 വാക്യങ്ങൾ, ഇനി പകർന്നു കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ട് ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അതായത് യേശുവിൻ്റെ പരിശുദ്ധ അമ്മയുടെയും ചുറ്റും നടന്നിരുന്ന, അവരോട് ചേർന്നിരുന്ന പരിചാരകരാണ് അറിഞ്ഞത്. എന്നാൽ കലവറക്കാരൻ, അടുക്കളയിൽ നിന്ന് ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരുന്ന വീട്ടുടമസ്ഥർ അതറിഞ്ഞിരുന്നില്ല. 10-ാം വാക്യം, അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും, എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. 10-ാം വാക്യമാണ്. എല്ലാ വീട്ടിലും സാധാരണ എന്താ ചെയ്യണേ? ആദ്യം നല്ലത് കൊടുക്കും, എന്നിട്ട് പിന്നെ ലഹരി പിടിച്ചു കഴിയുമ്പോൾ പിന്നെ ഒട്ടും വിലയില്ലാത്തതും ഒക്കെയുള്ള ഒക്കെയാണ് കൊടുക്കുന്നത്. എന്നാൽ ഇവിടെ നേരെ തിരിച്ചാണ് മണവാളൻ ചെയ്തതെന്നാണ് തിരുവചനത്തിൽ പറയുന്നത്. 10-ാം വാക്യം നമുക്ക് ഒന്നുകൂടെ കേൾക്കാം. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും, എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. 11-ാം വാക്യം, യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലിയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. അപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാരെ ചുറ്റും കൂടി യേശുവും ശിഷ്യന്മാരും പരിശുദ്ധ അമ്മയും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു.
അവിടെ വെച്ച് പരിശുദ്ധ അമ്മ അവരുടെ സങ്കടങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കി അവൻ പറയുന്നത് ചെയ്യാനായിട്ട് ആജ്ഞാപിച്ചു, കൽപ്പിച്ചു, പറഞ്ഞു. അപ്പോൾ ഇതാണ് യേശു പ്രവർത്തിച്ച ആദ്യം ചെയ്ത അത്ഭുതം. യേശു തൻ്റെ മകൻ ഈ അത്ഭുതം പ്രവർത്തിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. ഈ അത്ഭുതം കണ്ടിട്ട് അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. അപ്പോൾ യേശു എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു ഓരോരുത്തർ കൂടി. പക്ഷേ അവനിലുള്ള വിശ്വാസം ആഴപ്പെട്ടത് ഈ കാനായിലെ ശിഷ്യന്മാർക്ക് അവനോടുണ്ടായിരുന്ന വിശ്വാസം ആഴപ്പെട്ടത് ഈ അത്ഭുതം കണ്ടതിന് ശേഷമാണ്. ഇനി നോക്കിയേ 12-ാം വാക്യം. ഇതിനു ശേഷം അവൻ തൻ്റെ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടും കൂടി കഫർനാമിലേക്ക് പോയി. അവർ അവിടെ ഏതാനും ദിവസം താമസിച്ചു. 12-ാം വാക്യം. ഇതിനു ശേഷം അപ്പം 2-ാം അധ്യായം തുടങ്ങുന്നത് ഗലീലയിലെ കാനായിലെ കല്യാണ വിരുന്നിനെ കുറിച്ചുള്ള അത്ഭുതത്തെക്കുറിച്ച് പരാമർശിച്ചു കൊണ്ടാണ്. 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിലാണ്. 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിലാണ് ആദ്യത്തെ അത്ഭുതത്തെക്കുറിച്ച്, കാനായിൽ ചെയ്ത അത്ഭുതത്തെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നത്. ഇനി അടുത്ത തലക്കെട്ട് യേശു ദേവാലയം ശുദ്ധീകരിക്കുന്നു എന്നതാണ്. അടുത്ത തലക്കെട്ട് എന്താണ്? യേശു ദേവാലയം ശുദ്ധീകരിക്കുന്നു. ഇനി യേശു ദേവാലയം ശുദ്ധീകരിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 12 മുതൽ 13 വരെയുള്ള വാക്യങ്ങളും മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലും ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 45 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിലും പരാമർശിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നോക്കിക്കേ, ഇനി 13-ാം വാക്യം. യഹൂദരുടെ പെസഹ അടുത്തിരുന്നതിനാൽ യേശു ജെറുസലേമിലേക്ക് പോയി. 14-ാം വാക്യം. കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റാനിരിക്കുന്നവരെയും ദേവാലയത്തിൽ അവൻ കണ്ടു. അപ്പോൾ ദേവാലയത്തിൽ സാധാരണ പ്രാർത്ഥിക്കാൻ പോകുന്നവരെയാണ് കാണുന്നത്. പക്ഷേ ഇവിടെ ദേവാലയത്തിൽ കണ്ടത് കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റാനിരിക്കുന്നവരെയും ദേവാലയത്തിൽ കണ്ടു. 15-ാം വാക്യം. അവൻ കയറുകൊണ്ടൊരു ചമ്മട്ടി ഉണ്ടാക്കി അവരെയെല്ലാം ആടുകളോടും കാളകളോടും കൂടെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി നാണയമാറ്റക്കാരുടെ നാണയങ്ങൾ ചിതറിക്കുകയും മേശകൾ തട്ടിമറിക്കുകയും ചെയ്തു. 16-ാം തിരുവചനം. പ്രാവുകളെ വിൽക്കുന്നവരോട് അവൻ കൽപ്പിച്ചു, ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടു പോകുവിൻ. എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. ദേവാലയം മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കരുത്. പ്രാർത്ഥിക്കാനല്ലാതെ, ദൈവത്തെ മഹത്വപ്പെടുത്താനല്ലാതെ മറ്റൊന്നിനും കർത്താവിൻ്റെ ആലയം ഉപയോഗിക്കരുത് എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ഭാഗമാണിത്. ഇനി 17-ാം വാക്യം. അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളയും എന്നെഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു. അപ്പം ഈ ക്രിസ്തുവാണ്, മിശിഹായാണ്, പ്രവാചകന്മാർ അറിയിച്ചിരിക്കുന്ന മിശിഹായാണ്, ക്രിസ്തുവാണെന്നൊക്കെ നഥാനായേലൊക്കെ ഏറ്റു പറഞ്ഞു. ശിഷ്യന്മാർ അവനോട് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ആദ്യത്തെ അത്ഭുതമൊക്കെ കണ്ടു. അപ്പോൾ യേശു ദേവാലയം ശുദ്ധീകരിച്ച് അവിടെയുള്ളവരെയൊക്കെ എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത് എന്ന് പറഞ്ഞ് എല്ലാവരെയും പുറത്താക്കുന്നത് കണ്ടപ്പോൾ ശിഷ്യന്മാർ ഈ വചനം, അതായത് അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളയും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത്, അപ്പോൾ വരുന്ന മിശിഹ ക്രിസ്തുവിന് തൻ്റെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത വിഴുങ്ങിക്കളയും എന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഭാഗം ശിഷ്യന്മാർ അനുസ്മരിച്ചു എന്നാണ് പറയുന്നത്. ഇനി 2-ാം അധ്യായം 17-ാം വാക്യം. 2-ാം അധ്യായം 17-ാം വാക്യം സങ്കീർത്തന പുസ്തകങ്ങളിൽ 69-ാം അധ്യായം 9-ാം വാക്യത്തിലും ഉണ്ട് എന്നാണ് പരാമർശിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ വായിച്ചതാണ് കർത്താവിൻ്റെ അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളയും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു. ഈ തിരുവചന ഭാഗം സങ്കീർത്തന പുസ്തകം 69-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഉണ്ട് എന്നാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. യഹൂദന്മാർ 18-ാം വാക്യത്തിൽ യഹൂദന്മാർ അവനോട് ചോദിച്ചു, ഇത് ചെയ്യുവാൻ നിനക്ക് അധികാരമുണ്ടെന്നതിന് എന്തടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുക? 2-ാം അധ്യായം 18-ാം വാക്യം മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 23-ാം വാക്യത്തിലും മർക്കോസിൻ്റെ സുവിശേഷം
11 അധ്യായം 28 വാക്യത്തിലും ലൂക്കായുടെ സുവിശേഷം 20 അധ്യായം 2 വാക്യത്തിലും ഉണ്ട് എന്നാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. ഇവിടെ താഴെ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി 19 തിരുവചനം. യേശു മറുപടി പറഞ്ഞു, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും. 2:19 മർക്കോസിൻ്റെ സുവിശേഷം 14 അധ്യായം 58 വാക്യത്തിലും അപ്പസ്തോല പ്രവർത്തനങ്ങൾ 6 അധ്യായം 14 വാക്യത്തിലും ഉണ്ടെന്നാണ് പരാമർശിച്ചിരിക്കുന്നത്. ഇനി 20 വാക്യം, 19 അധ്യായം വാക്യം നമുക്ക് ഒന്നുകൂടി വായിക്കാം. യേശു മറുപടി പറഞ്ഞു, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാൻ അത് പുനരുദ്ധരിക്കും. 20 വാക്യം. യഹൂദർ ചോദിച്ചു, ഈ ദേവാലയം പണിയുവാൻ 46 സംവത്സരം എടുത്തു, വെറും 3 ദിവസത്തിനകം നീ അത് പുനരുദ്ധരിക്കുമോ? 21 വാക്യം. എന്നാൽ അവൻ പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ്. 22 വാക്യം. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അവൻ ഇത് പറഞ്ഞിരുന്നുവെന്ന് ഓർമ്മിക്കുകയും അങ്ങനെ വിശുദ്ധ ലിഖിതവും യേശു പ്രസ്താവിച്ച വചനവും വിശ്വസിക്കുകയും ചെയ്തു. 23 വാക്യം. പെസഹ തിരുനാളിന് അവൻ ജെറുസലേമിലായിരിക്കുമ്പോൾ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ട് വളരെ പേർ അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചു. 24 വാക്യം. യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല, കാരണം അവൻ അവരെ എല്ലാം അറിഞ്ഞിരുന്നു. യേശുവിനെ ചുറ്റും നടന്ന, യേശുവിൻ്റെ അത്ഭുത പ്രവർത്തികൾ കണ്ട, യേശുവിനെ മഹത്വപ്പെടുത്തിയ ആ ഒരു മനുഷ്യനെയും അവരെ യേശു വിശ്വസിച്ചില്ല എന്ന് പറഞ്ഞു. അവരെ യേശു വിശ്വസിച്ചില്ല. കാരണം എന്താ? അവരെയെല്ലാം യേശു അറിഞ്ഞിരുന്നു. അതുകൊണ്ട്. ഇനി 25 വാക്യം. മനുഷ്യനെ പറ്റി ആരുടെയും സാക്ഷ്യം അവന് ആവശ്യമായിരുന്നില്ല, മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. മനുഷ്യൻ്റെ ചിന്തകളും വികാരങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം ഈശോയ്ക്ക് അറിയാം. നമ്മെ ഓരോരുത്തരെയും നമുക്കറിയാം. എൻ്റെ ഈശോയെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ ഏറ്റുപറയുമ്പോഴും നമ്മുടെ മനസ്സിലെ അന്ധകാരവും ഈശോയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മെ പൂർണ്ണമായി സമർപ്പിക്കുന്നത് ആത്മാർത്ഥതയോടെ സത്യസന്ധതയോടെ ആകാൻ ദൈവം നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ഈ തിരുവചനം ഈ 2 അധ്യായത്തിൽ 2 ശീർഷകങ്ങളാണുള്ളത്, തലക്കെട്ടുകളാണുള്ളത്. 1 കാനായിലെ കല്യാണം, 2 യേശു ദേവാലയം ശുദ്ധീകരിക്കുന്നു. ഈ 2 ശീർഷകങ്ങളാണ് ഈ വചനഭാഗത്തുള്ളൂ, 2 അധ്യായത്തിലുള്ളൂ. ഇത് ആവർത്തിച്ച് കേട്ട് മനനം ചെയ്ത് ഹൃദയത്തിൽ സംഗ്രഹിച്ച് നമുക്ക് പുതിയ സൃഷ്ടിയായി തീരാം. ഒപ്പം ലോഗോസ് ക്വിസ് 2026 ഒരുങ്ങുകയും ചെയ്യാം. നമ്മൾ കണ്ടു പഠിക്കുന്ന ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് അടിക്കുകയും ഷെയർ ചെയ്യുകയും പലർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യട്ടെ. വചനം ആവർത്തിച്ച് വായിച്ച് ബൈബിളൊന്നും കൈപ്പിടിച്ചുകൊണ്ട് നടക്കാൻ സാഹചര്യമില്ലാത്തവർക്ക് ഇത് കേട്ട് മൊബൈൽ ഇപ്പോൾ എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ, വെച്ച് കേൾക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കും. അപ്പോൾ അങ്ങനെ അനേകർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ സർവശക്തനായ ദൈവം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒപ്പം വചനത്തിൽ ആഴപ്പെടാനുള്ള കൃപയും. ലോഗോസ് ക്വിസ് പരീക്ഷയ്ക്ക് 1ാം സമ്മാനം മേടിക്കുക എന്നതിനേക്കുപരി തിരുവചനത്തിൽ ആഴപ്പെടാനും വചനം ആർത്തിയോടെ ഭക്ഷിക്കാനും ഏവർക്കും സാധിക്കട്ടെ. വചനം മാംസം ധരിച്ച പുതിയ സൃഷ്ടിയായി നാം ഓരോരുത്തരും രൂപാന്തരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവത്തിന് സ്തുതി.